എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു NS ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് പോവാം. അത് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് പോണ വഴി കാണാം. ഗൈസ് രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് മാറിയത്. ആ സമയം ഉച്ചയായി, ഒന്ന് എണീറ്റ് സെറ്റപ്പായി. അപ്പോൾ ഇനി നേരെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം, എന്നിട്ട് വേണം പോവാം. അപ്പോൾ പമ്പിലെത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ വണ്ടികളല്ല വന്നേക്കണത്, ചേച്ചിയുടെ വണ്ടികളാണ് ഗൈസ്. അപ്പോൾ പെട്രോൾ അടിക്കണം, എന്നിട്ട് വേണം പോവാൻ. ഇപ്പം പെട്രോൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോകണം, ടൂൾസ് എടുക്കണം ഗൈസ്. അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി, 2 ടൂൾസ് എടുത്തു. ഇനി നേരെ അടച്ചിട്ട് നമുക്ക് പോണ വഴി ഈ കടയിലൊന്ന് കയറി ഗൈസ്. അവനൊരു 2 ടൈ എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അവൻ്റെ ടൈ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകാൻ ഗൈസ്. ഗൈസ് കിട്ടി ഗൈസ്, ഇത് നമ്മൾ എടുക്കാൻ വന്നാണ് ഗൈസ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് നേരെ പോകും ഗൈസ്. കടയുടെ മുതലാളി പോകുന്നുണ്ട് ഗൈസ്. ഹെൽമെറ്റൊക്കെ വെച്ച് കാർ ഓടിക്കും. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ ചെന്നിട്ട് കാണാം. പോണ വഴി നമ്മളൊരു കൊച്ചു ചെറുക്കനെ കണ്ടു ഗൈസ്. എങ്ങോട്ട് പോവാ ഗൈസ്? ചെറുക്കൻ പോവാണ് ഗൈസ്, എറണാകുളത്ത് പോവാണ്. അപ്പോൾ ഇനി കാറിൻ്റെ വണ്ടി പോകാൻ ഇവിടെ ആരുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ് അങ്ങോട്ട്. ഗൈസ് നമ്മളിപ്പോൾ നേരെ ഏതാണ്ട് 1000 ഏക്കർ ആ ഒരു സൈഡെത്താറായി ഗൈസ്. അപ്പോൾ ഇനി നേരത്തെ കത്തിപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അവൻ്റെ വണ്ടിക്ക് പ്രശ്നം എന്നാന്ന് വെച്ചാൽ ടാപ്പ് തുറക്കുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് പോകണം ഗൈസ്. കാർബേറ്റർ ഇവിടെ ഇപ്പോൾ മിക്കവാറും കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വേറെ പ്രശ്നമൊന്നും കാണില്ലായിരിക്കും. ചേക്കാൻ ടാങ്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും. എന്തായാലും നോക്കാം ഗൈസ്. ഇനി കാണാം ഗൈസ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സ്ഥലത്തെത്തി ഗൈസ്. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോകും ഗൈസ്. നമ്മളങ്ങനെ NS കിടക്കുന്ന ഗ്യാരേജിലെത്തി ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് നോക്കാം ഗൈസ്. വണ്ടി ഗൈസ് മൂടിയിട്ടേക്കുന്ന വണ്ടി ഉണ്ട് ഗൈസ്. പണിയാനൊക്കെ ആൾക്കാരുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ തങ്കാനാണ് ഗൈസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ക ഒന്ന് നോക്കിയേ. ആദ്യം നമ്മൾ എയർ ഫിൽറ്റർ അടിക്കണം ഗൈസ്. ആദ്യം വണ്ടിയുടെ എയർ ഫിൽറ്റർ അടിക്കണം. അത് കഴിഞ്ഞത് ആ ചെറുതും കൂടെ അയച്ചാൽ കയറ്റിയിടാൻ എളുപ്പമുണ്ടായിരിക്കും. അതിട്ടോ തിരിച്ചിട്ടോ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത കഴിക്കാം. ഓരോന്നഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഒരിക്കട്ടെ നമ്മൾ അയച്ചു ഗൈസ്. ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു എവിടെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ എല്ലെങ്കിയാണ് ഗൈസ്. ഇതേ കണ്ണത് ഇതേ എവിടെ ഞാനതിൽ തൊട്ട് കാണിച്ചു ഗൈസ്. ഇത് ഗൈസ് ഈ എല്ലെങ്കിൽ ഇനി അഴിക്കണം ഗൈസ്. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു എല്ലെങ്കിൽ കൂടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ അതോടെ അയക്കണം. അയക്കണ്ട, ലൂസ് ചെയ്താൽ മതി ഗൈസ്. എന്നിട്ട് നമുക്ക് എയർ ഫിൽറ്റർ അങ്ങ് പൊക്കിയെടുക്കാം. അന്നേരം കാണിച്ചു തരാം. അടിപൊളി മഴയാണ് ഗൈസ് ഇവിടെ. പൊക്കിക്കോ പൊക്കിക്കോ പൊക്ക 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 പൊങ്ങോട്ടെ പൊക്ക. അടിപൊളി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അത് പൊക്കിയിരിക്കുന്നു ഗൈസിൻ്റെ കാർബേറ്റർ. പിന്നെ നമുക്ക് ഇത് ഊരിയെടുക്കാം. കാർബേറ്ററിൻ്റെ അടിയിൽ ഒരു ചെറിയ ഓസ് ഉണ്ട്, അത് ഊരണം. അത് ഊരിയാലാണ് ഗൈസ്. അത് ഊർന്നാണ് ബെറ്റർ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ കാർബേറ്റർ. അപ്പോൾ നമുക്ക് ഇതയച്ച് ക്ലീൻ ചെയ്യാം. അതിന് മുമ്പ് ഗൈസ് ഈ പോയേക്കണ ഓസ് അവിടെ നിന്ന് വരണം. ഈ കണ്ണ് ചെറിയ 4 സ്ക്രൂകൾ കഴിക്കണം ഗൈസ്. അതവൻ അയച്ചോളും. തുറന്നോ ഗൈസ്. ഇതാണ് ഗൈസ് കാർബേറ്ററിൻ്റെ ഉൾവശം. പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് അയച്ച് ക്ലീൻ ചെയ്യാം ഗൈസ്. ഇവൻ്റെ ഓവർഫ്ലോ ആവണമാണ് ഗൈസ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ നീഡിൽ അയച്ച് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ നീഡിലുണ്ട് ഗൈസ്. അതിലാണ് കരട് കയറുമ്പോഴാണ്, അത് കുഴപ്പമില്ല, കരട് കയറുമ്പോഴാണ് ഗൈസ് ഓവർഫ്ലോ ആവണത് ഗൈസ്. ഇതാണ് ഗൈസ് നീഡിൽ. ഇതിൻ്റെ ഈ അറ്റത്ത് കാണുന്ന സ്ഥലത്ത് കരട് കയറുമ്പോഴാണ് കരട് കയറുമ്പോഴാണ് ഓവർഫ്ലോ ആവണത് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വാക്വം പിസ്റ്റൺ ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതും കൂടെ ചുമ്മാ അയച്ച് നോക്കിയേക്കാം. അയച്ചു. അത് പൊക്കിയെടുക്കാൻ പോകണം ഗൈസ്. പൊക്കിക്കോ. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ വാക്വം പിസ്റ്റൺ. ഇനി ഇതൊന്ന് ഊരി
ക്ലീൻ ചെയ്യാൻ ഗൈസ്. ഇത് ആ കറുത്തിരിക്കണ നിറച്ച് ചെളിയാണ് ഗൈസ്. ഇനി അതൊക്കെ തൂത്ത് കളയണം. അപ്പം ഇനി ഇതഴിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. എല്ലാം ഫിറ്റ് ചെയ്തു. ഇനി മൊത്തം അടച്ച് സെറ്റപ്പാക്കാം. ഗൈസ് അതെല്ലാം മുറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. നമ്മൾ കാർബേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്തു ഗൈസ്. അവസാനത്തെ 2 സ്ക്രൂവും കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എടാ അതേ ഈ കാണു ഗൈസ്, മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പേ ഇത് കഴിഞ്ഞിട്ട് തന്നെ പരിപാടി ഒന്ന് ആലോചിക്കണം ഗൈസ്. നമ്മൾ പെട്രോൾ ശാലം ഒഴിച്ചു കൊടുത്തു. ടാങ്ക് വെക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണു ഗൈസ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന്. ഗൈസ് വണ്ടി അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി തീരാറായി. ഇനി ടാങ്ക് ഫിറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ടാങ്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവസാനത്തെ സാധനം കൂടി വെച്ചു ഗൈസ്. അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി നേരെ ഒരു ചായ കുടിക്കാൻ പോകണം. പിന്നെ ചായ കുടിക്കാൻ ചെന്നത്തെ സ്ഥലത്ത് കാണാം. ഓക്കെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ ഒരു ചായ കുടിക്കാം ഗൈസ്. ഈ പോണേ ഗ്രേ ഷർട്ട് ഇട്ടവനെ നമുക്കൊരു 1000 രൂപ ഡ്രോപ്പ് ചെയ്യാനുള്ളതിനാണ്. ചായ കുടിക്കാൻ അവനെ കൊണ്ടുകൊണ്ടില്ല. ഓക്കെ ഗൈസ് അപ്പം ഞായറാഴ്ച ഇതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. പിന്നെ നമ്മളൊരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അവിടെ ചെല്ലുമ്പോൾ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. ചായ കുടിക്കണ കടയിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോന്നു. അപ്പോൾ എന്തായാലും കാണിച്ചേക്കാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ശരിയാക്കിയ NS ഗൈസ് ഈ പോണത്. അപ്പോൾ ഗൈസിന് നേരെ ചായ കുടിക്കാൻ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് പിന്നെ ചായ കുടിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാം ഗൈസ്. NSത്തെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. അടിപൊളി മഴയായിരുന്നു ഗൈസ്. ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് മാറിയത്. നമ്മൾ സാധാരണ ഇവിടെയാണ് ചായ കുടിക്കാൻ അമ്മമാർക്ക് വരാറ് ഗൈസ്. ഇവിടെ പഴപൊളി അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൈസ് അപ്പം ശരി ഗൈസ്. അപ്പം ഇത്ര ഉള്ളൂ വീഡിയോ. ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.